കരനാവിക വ്യോമസേന മേധാവികൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. DGMO അടക്കം ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദൃശ്യങ്ങളടക്കം പങ്കുവച്ചാണ് സേനാ ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇന്ത്യ പാകിസ്ഥാൻ ജനവാസ മേഖലയെ ആക്രമിച്ചിട്ടില്ല. സൈനിക നീക്കങ്ങൾ സംയമനത്തോടെയാണ് നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പരിഭ്രാന്തരായ പാകിസ്ഥാൻ ഇന്ത്യയിലെ ജനവാസ മേഖല ലക്ഷ്യം വിട്ട് വ്യോമസേന ഓരോ ആക്രമണങ്ങളെയും ശക്തമായി എതിർത്തു തുടങ്ങിയ കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ സേനാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, വ്യോമസേന ഓരോ ആക്രമണങ്ങളെയും ശക്തമായി എതിർത്തു. ഇന്ത്യക്ക് ഒരു നാശവും ഉണ്ടാക്കാൻ പാകിസ്ഥാനായിട്ടില്ല. തന്ത്രപ്രധാന സ്ഥലം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം വെച്ചത് ഭീകരവാദികളെ മാത്രമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സേനാ മേധാവികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത്. അദ്ദേഹത്തിനൊപ്പം നാവികസേനയുടെ ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ ഓപ്പറേഷൻസ് എന്നിവരും പങ്കെടുത്തിരുന്നു. ഏതായാലും സൈന്യം ആ വാർത്താ സമ്മേളനം തുടങ്ങിയത് ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ സൈന്യം ലക്ഷ്യമിട്ടത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ പറഞ്ഞത്. തീവ്രവാദികൾക്ക് ശിക്ഷ നൽകുക എന്നുള്ളതാണ്. അങ്ങനെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. കൃത്യവുമായ ഒരു ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് ഈ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട്. അതിൽ പ്രധാനപ്പെട്ടത് ബാവൽപൂര്, മുരുദ്ഗൈ എന്നീ 2 കേന്ദ്രങ്ങളാണ് ഇന്ത്യ പ്രധാനമായും ഇക്കാര്യത്തിൽ ലക്ഷ്യം വെച്ചിരുന്നത്. കാരണം ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ മുംബൈ ഭീകരാക്രമണത്തിൽ നടത്തിയ അജ്മൽ കസബ്, ഇതിന്റെ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നിവർക്ക് ലഷ്കർ ഇ തോയ്ബ ഈ പരിശീലനം നൽകിയതടക്കം ഈ മുരുദ്ഗയിലാണ്. അത്തരത്തിൽ കൊടും ഭീകരരെ ഒരു വലിയ സംഘം അവിടെ ഉണ്ടായിരുന്നു. അതിന് ലക്ഷ്യം ഉള്ള ഒരു സ്ഥലമാണ് മുരുദ്ഗൈ എന്ന് പറയുന്നത്. അത്തരത്തിൽ അങ്ങനെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെച്ചത്. അത് തകർക്കാൻ കൃത്യമായി തന്നെ ഇന്ത്യക്ക് കഴിഞ്ഞു. ഒരു സാധാരണക്കാരന് പോലും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ല. കൃത്യമായാണ് ഇന്ത്യ അറ്റാക്ക് നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത്. ഇതിൽ 100ഓളം ഭീകരരെ വധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. മാത്രമല്ല, ഈ കാണ്ഡഹാർ വിമാനറാഞ്ചലിൻ്റെയും മുംബൈ ഭീകരാക്രമണത്തിലുമൊക്കെ പങ്കെടുത്ത കൊടും ഭീകരരെയും ഇതിൽ വധിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് സൈന്യം വാർത്താ സമ്മേളനം തുടങ്ങുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പ്രധാനമായുമുള്ളത് 40 ഇന്ത്യയുടെ ഒരു ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ പ്രകോപനം പലയിടങ്ങളിലും ഡ്രോൺ ആക്രമണമായും മറ്റും ഉണ്ടായി എന്നുള്ളതാണ് സൈന്യം പറഞ്ഞത്. അങ്ങനെ അതിന് ശക്തമായ തിരിച്ചടി, ഈ ഡ്രോൺ ആക്രമണങ്ങളെയൊക്കെ ശക്തമായി ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു. 9-ാം തീയതി രാത്രിയും അതുപോലെ തന്നെ 8-ാം തീയതി രാത്രിയും ഒക്കെയായിരുന്നു പാകിസ്ഥാന്റെ ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും കൃത്യമായി തന്നെ അതിന് മറുപടി നൽകി ഇന്ത്യ എന്നുള്ളതാണ്. വ്യോമ, നാവിക, കരസേനകളുടെ 3 സേനകളുടെയും സംയുക്ത ഓപ്പറേഷനിൽ പാകിസ്ഥാനിലെ 4 വ്യോമ താവളങ്ങൾ ഇന്ത്യ തകർത്തു എന്നുള്ളതാണ്. അത് ചുനിയൻ വ്യോമ പ്രതിരോധ കേന്ദ്രം, സർഗോദ എയർഫീൽഡ്, റഹീം യർ ഖാൻ വിമാനത്താവളം, ഇസ്ലാമാബാദിലെ വ്യോമതാവളം എന്നിവയാണ് പ്രധാനമായും ഈ ആക്രമണത്തിൽ ഇന്ത്യ തകർത്തത്. അത്തരത്തിൽ ഈ പാകിസ്ഥാൻ 11 ഇന്ത്യയുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് മിസൈൽ ആക്രമണവും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണവും നടത്തി. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. പക്ഷേ അതിന് കൃത്യമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകിയത്. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ 35 മുതൽ 40 വരെ പാകിസ്ഥാൻ സൈനികർ മരിച്ചു എന്നുള്ളതാണ് സേനാ മേധാവികൾ പറഞ്ഞത്. അതേസമയം 5 ഇന്ത്യൻ ജവാന്മാർ ഈ ഷെല്ലിങ്ങിൽ അടക്കം വീരമൃത്യു വരിച്ചു എന്നുള്ള കാര്യവും കൂടി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നാമതായി ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 9-നും 10-നും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഈ ഡ്രോൺ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചു എന്നുള്ളതാണ്. ഇന്ത്യക്ക് ഒരു നാശവും ഉണ്ടാക്കാൻ പാകിസ്ഥാനായില്ല. പാക് ആക്രമണം യാത്രാ വിമാനങ്ങളുടെ മറവിലായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. ഏതായാലും 30 മുതൽ 40 വരെ സൈനികർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായും ഉള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് വ്യോമസേന പറഞ്ഞത്. ഏതായാലും
നാവികസേന ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ നാവികസേനയും സർവ്വസജ്ജരായി നിൽക്കുകയായിരുന്നു. ഈ ഘട്ടത്തിൽ ഒരു തിരിച്ചടിക്ക് എന്തിനും തയ്യാറായിരുന്നു. കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ടിരുന്നു നാവികസേന എന്നുള്ളൊരു കാര്യവും കൂടി നാവികസേനയ്ക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാർ ധാരണ നിലവിൽ വന്നിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് സൈന്യം അത് സ്ഥിരീകരിക്കുകയാണ്. ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഈ പാക് DGMO പാക്കിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് ഇന്ത്യയെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. 3:35 ഇന്നലെ ഇന്ത്യൻ സമയം 3:35 പാക് DGMO ഇന്ത്യൻ DGMOയെ വിളിക്കുന്നത്. കാരണം ഈ ഇന്ത്യയുടെ ശക്തമായ ആക്രമണത്തിന് മുന്നിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറായി വരുന്നത്. ഏതായാലും അത് പിന്നിട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം. ഏതായാലും ഇത് സംബന്ധിച്ചൊരു ഹോട്ട്ലൈൻ സന്ദേശം പാകിസ്ഥാന് ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഇതിൽ പാകിസ്ഥാന്റെ പ്രതികരണം എന്താണ് എന്നുള്ളത് കാത്തിരിക്കുകയാണ്. ഏതായാലും തിരിച്ചടിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ സൈനിക മേധാവികൾ പറഞ്ഞത്. ഡയറക്ടർ ജനറൽ ഓഫ് രാജീവ് ഗായ്, അതുപോലെ തന്നെ എയർ മാർഷൽ AK ഭാരതി, അതുപോലെ തന്നെ വൈസ് അഡ്മിറൽ AN പ്രമോദ് എന്നിവരാണ്